വെൽക്കം ടു സേറ. IIT ജാം എക്സാമിലും അതുപോലെ തന്നെ CUET PG എൻട്രൻസ് എക്സാമിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് സിസ്റ്റം ഓഫ് 3 ചാർജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിസ്റ്റം ഓഫ് 3 ചാർജസ് ഈ പാർട്ടിൽ നിന്ന് രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ചാർജിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണ്? ഈക്വൽ ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്തായിരുന്നു? കുളംസ് ലോ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഏരിയയുടെ പ്രോബ്ലംസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ചാർജ് Q at the middle of 2 equal charges. ഞാനിവിടെ വരയ്ക്കാം. ഫസ്റ്റ് കേസ് ആയിട്ട് ഞാൻ ഇതിനെടുക്കുകയാണ്. രണ്ട് ചാർജസ് ഈക്വൽ ആണ്. ഈക്വൽ ചാർജസ് എടുക്കുകയാണ്. പ്ലസ് Q പ്ലസ് Q. ഓക്കെ, ഇതിന്റെ മിഡിലായിട്ട് ആര് വെച്ചിരിക്കുന്നു? ഒരു സ്മോൾ Q എന്ന് പറയുന്ന ചാർജ് വെച്ചിരിക്കുന്നു. സ്മോൾ Q. സോ ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ഏകദേശം ഇവിടെ വരും. ഇവിടെ Q എന്നുള്ള ചാർജ് വെച്ചിരിക്കുന്നു. Q എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഞാൻ ആദ്യം പോസിറ്റീവ് എടുത്തു. ഇങ്ങനെ ഒരു സിസ്റ്റം വിചാരിക്കാം. ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന ചാർജ് ഏതാണ്? സ്മോൾ Q. ഈ Q എന്തായിരിക്കും? ഇതിന് മുകളിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? നോക്കുക. ഈ പ്ലസ് Q ചാർജ് കാരണം, റൈറ്റ് സൈഡിലുള്ള പ്ലസ് Q ചാർജ് കാരണം എങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാവും? ഈ ഡയറക്ഷനിലേക്ക് ഉണ്ടാവും. കാരണം ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. പോസിറ്റീവ് റിപ്പൽ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ സ്മോൾ Qന് മുകളിൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് ഉണ്ടാവും, ലെഫ്റ്റിലോട്ട് ഉണ്ടാവും. ഇനി ലെഫ്റ്റിലുള്ള പ്ലസ് Q ചാർജ് കാരണം, ക്യാപിറ്റൽ Q കാരണം ഫോഴ്സ് എങ്ങോട്ടും ഉണ്ടാവും? ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ ഈ ചാർജ് കാരണം ഇങ്ങോട്ടും, ഈ ചാർജ് കാരണം അങ്ങോട്ടും ഫോഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ രണ്ടും എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയെങ്കിൽ ഫോഴ്സ് 0 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ആ ചാർജ് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറയും. അപ്പം ഈ പ്ലസ് Q ചാർജ് ഇത് മിഡിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും അല്ലെ? രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്തായിട്ട് മാറും? നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറും. അപ്പൊ ഇനി അടുത്ത് നോക്കുന്നത് ഈ Q എന്ന ചാർജ്, മിഡിലുള്ള ഈ Q എന്ന ചാർജ് ഏത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്നാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഇക്വിലിബ്രിയം ഉണ്ട്. എന്താണ്? ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പൊ ഈ Q ഇവിടെ ഇപ്പൊ ഏത് ഇക്വിലിബ്രിയത്തിലാണുള്ളത്? ഇവിടെ നോക്കാം. ഞാൻ ഈ പ്ലസ് Q ചാർജിനെ റൈറ്റിലോട്ട് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. റൈറ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വലതുവശത്തുള്ള ഈ ചാർജ് കാരണം എന്താവും? റിപ്പൾഷൻ നടക്കൂലേ? അപ്പൊ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ പ്ലസ് Q ചാർജ് വീണ്ടും ഈ പൊസിഷനിലേക്ക് തന്നെ വരും. ആദ്യത്തെ പൊസിഷനിലേക്ക് തന്നെ വരുന്നു. ഇനി ലെഫ്റ്റിലോട്ട് നീക്കിയാലോ? ഈ ലെഫ്റ്റിലുള്ള പ്ലസ് Q ചാർജ് കാരണം റിപ്പൽ ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എന്ത് ഇക്വിലിബ്രിയം ആണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇതിന് നമുക്ക് മെക്കാനിക്സ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുണ്ടല്ലേ? ഇതാ ഇങ്ങനെ ഒരു യു ഷേപ്പില് ഒരു ഏരിയ. ഇവിടെ നമ്മൾ ഒരു മാസ് വെച്ചിരിക്കുന്ന ഏരിയ. ഇത് നമ്മൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നു. അപ്പൊ അതെന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ ഈ കേസിൽ എന്താണ് ഇവിടെ? ഈ കേസിൽ നമുക്ക് എഴുതാം പ്ലസ് Q ചാർജ് എന്തിലാണ്? പ്ലസ് Q ചാർജ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കേസ് പ്ലസ് Q ചാർജിന് പകരം മൈനസ് Q ആക്കാന്ന് വിചാരിക്കാം. മിഡിലുള്ള ചാർജ് ഇവിടെ പ്ലസ് Q ആയിരുന്നു. രണ്ടാമത്തെ കേസ് ഞാൻ എടുക്കുന്നത് മൈനസ് Q ആണെങ്കിൽ. രണ്ടാമത്തെ കേസ് ഓക്കെ. അപ്പം രണ്ട് സൈഡിലുള്ളത് പ്ലസ് Q ചാർജ് തന്നെയാണ്. ഇതിന്റെ മിഡിലായിട്ട് ഇപ്പൊ എടുത്തിരിക്കുന്നത് എന്താണ്? മൈനസ് Q ചാർജ് ആയിരിക്കും. മൈനസ് Q ചാർജ്. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത്. കാരണം നോക്കാം,
ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഈ പ്ലസ് ക്യൂ ചാർജ് ഇതിനെ ലെഫ്റ്റിലുള്ള പ്ലസ് ക്യൂ ചാർജ് ഇങ്ങോട്ട് വലിക്കുന്നു. റൈറ്റിലുള്ള ഈ പ്ലസ് ക്യൂ ചാർജോ ഇതിനെ അങ്ങോട്ട് വലിക്കുന്നു. ഈ ദൂരം സെയിം ആയതുകൊണ്ട് ഇവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? കുളം ഫോഴ്സ് 0 ആയിട്ട് മാറും, നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറും. അപ്പൊ ഇത് എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്? ഇത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പൊസിഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുക. അപ്പോ ഞാനിവിടെ ഈ മൈനസ് ക്യൂ ചാർജിനെ റൈറ്റിലോട്ട് ഒന്ന് ജസ്റ്റ് മാറ്റാൻ ഇങ്ങോട്ടേക്ക് എടുത്തു, ഒന്നും നീക്കി. അങ്ങനെയെങ്കിൽ ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ഉള്ളതില് അപ്പൊ ഈ മൈനസ് ക്യൂ ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ അത് അങ്ങോട്ട് പോയി പോകും, തിരിച്ചിങ്ങോട്ട് വരുമോ? ഇല്ല. അപ്പൊ അത് എന്ത് ഇക്വിലിബ്രിയം ആണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അതായത് നമ്മൾ മെക്കാനിക്സിൽ നമ്മൾ ഇങ്ങനെ പറയും, ഒരു മാസ് ഇങ്ങനെ ഇരിക്കുക, ഇതിനെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരില്ല, സ്റ്റേറ്റ് കംപ്ലീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഈ കേസിൽ മൈനസ് ക്യൂ ചാർജ് എന്താണ്? മൈനസ് ക്യൂ ചാർജ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു കേസ് എടുക്കുകയാണ്. ഈ രണ്ട് വശങ്ങളിലുള്ള ചാർജ് മൈനസ് ക്യൂ ആയിട്ട് എടുക്കുന്നു, മൈനസ് ക്യൂ. മിഡിലുള്ള ചാർജോ അത് സ്മോൾ മൈനസ് ക്യൂ എന്ന് എടുക്കുന്നു. തേർഡ് കേസ് നമുക്ക് നോക്കാം. ഓക്കെ, തേർഡ് കേസ് ഇവിടെ മൈനസ് ക്യൂ, രണ്ട് വശങ്ങളിലും മൈനസ് ക്യൂ ചാർജ് തന്നെയാണുള്ളത്. കറക്റ്റ്. സെന്ററിൽ എന്താണ്? സെന്ററിൽ മിഡ് പോയിന്റില് മൈനസ് ക്യൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ തന്നെയാണ് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറും. മൈനസ് ക്യൂ റിപ്പൽ ചെയ്യുന്നു. ഇത് കാരണം ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു, ഇത് കാരണം അങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു. അപ്പൊ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0, ഇക്വിലിബ്രിയം ആണ്. ഇനി ഏത് ഇക്വിലിബ്രിയം ആണ്? സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നോക്കുക. ജസ്റ്റ് ഈ മൈനസ് ക്യൂവിനെ ജസ്റ്റ് മൂവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ മൈനസ് ക്യൂ ആണുള്ളത് അല്ലേ? അപ്പൊ എന്താ? റിപ്പൽഷൻ നടക്കുന്നു. ഈ സൈഡിലും റിപ്പൽഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്ത് ഇക്വിലിബ്രിയത്തിലാണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഞാനിവിടെ എഴുതാം. എന്താ നമ്മൾ എഴുതാം? മൈനസ് ക്യൂ ചാർജ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ചാർജ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി അടുത്ത കേസ് എന്താ? രണ്ട് വശങ്ങളിലുള്ള ചാർജ് പ്ലസ് മൈനസ് ക്യൂ തന്നെ, സെൻട്രൽ എന്താണ്? പ്ലസ് ക്യൂ ആവുന്നു. അടുത്ത കേസ് നോക്കാം, നാലാമത്തെ കേസ്. രണ്ട് വശങ്ങളിൽ മൈനസ് ക്യൂ ചാർജ് തന്നെയാണ്, മിഡില് പ്ലസ് ക്യൂ ചാർജ്, പ്ലസ് സ്മോൾ ക്യൂ. ഇവിടെ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 തന്നെയാണ്. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആയിരിക്കും? എന്തായിരിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. കാരണം ഈ പ്ലസ് ക്യൂനെ ഒന്ന് മൂവ് ചെയ്തായിരിക്കും, റൈറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഇവിടെ ആരുള്ളത്? മൈനസ് ക്യൂ ചാർജ് ആണുള്ളത്. ഇവർ എന്ത് ചെയ്യും? അട്രാക്ഷൻ ആണ് നടക്കുക. അപ്പൊ ഈ ചാർജ് അങ്ങോട്ട് മൂവ് ചെയ്ത് പോകും, തിരിച്ചിങ്ങോട്ട് വരില്ല. അപ്പൊ എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. മൈനസ് ക്യൂ ചാർജിങ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 4 കേസ് കണ്ടു. അപ്പൊ 4 കേസിലും പലതരം ചാർജുകൾ വന്നു അല്ലേ? അപ്പൊ എപ്പോഴും എൻഡ് സൈഡിൽ എന്താണ്? സെയിം ചാർജ് ആണ് നമ്മൾ വെക്കുന്നത് അല്ലേ? അപ്പൊ രണ്ട് സെയിം ചാർജസിന്റെ ഇടയിൽ, അതായത് മിഡ് പോയിന്റിൽ ഏത് ചാർജ് വെച്ചാലും, പ്ലസ് ക്യൂ വെച്ചാലും മൈനസ് ക്യൂ വെച്ചാലും, ഏത് ചാർജ് വെച്ചാലും എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. എനി ചാർജ് placed in between two equal charges always in equilibrium. അതാണ് ഞാൻ അടുത്തവിടെ എഴുതുന്നു. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Any charge placed at the middle of two equal charges
ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, ഇപ്പൊ ഏതൊരു ചാർജും രണ്ട് സെയിം ചാർജസിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും, മിഡിൽ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കേസ് നോക്കാം. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ ഈ ഒരൊറ്റ ചാർജിന്റെ കാര്യം മാത്രം പറയുന്നത്, പ്ലസ് ക്യൂ ചാർജിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. പ്ലസ് ക്യൂ ചാർജ് മാത്രം ഇക്വിലിബ്രിയം ആവുന്നത് എപ്പോഴാണുള്ളത്. ഇനി അടുത്ത വേറൊരു രീതിയിൽ നോക്കുകയാണ്, അതായത് കംപ്ലീറ്റ് ചാർജസ്, ഓരോ ചാർജസും ഇക്വിലിബ്രിയത്തിലാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? അതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. അതായത് ഇത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ മൈനസ് ക്യൂ. ഇനി അടുത്ത കേസ് ഉണ്ട്, എന്താ? പ്ലസ് ക്യൂ, രണ്ട് പ്ലസ് ക്യൂ ചാർജ് വരുന്നു. അങ്ങനെ രണ്ട് കേസിൽ വന്നാലും ഈ സെൻട്രലുള്ള ചാർജിന്റെ വാല്യൂ എത്രയായിരിക്കും? ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ ചാർജ് ഇക്വിലിബ്രിയം ആവണം, എല്ലാ ചാർജ് ഇക്വിലിബ്രിയം ആവണം. അങ്ങനെയെങ്കിൽ ഈ മിഡിലുള്ള ചാർജിന്റെ വാല്യൂ എത്രയാണ്? അതാണ് അടുത്ത കേസ് നോക്കുന്നത്. നെക്സ്റ്റ് കേസ് നോക്കാം. അപ്പം ആറാമത്തെ കേസാണ് അതല്ലേ, സോറി, അഞ്ചാമത്തെ കേസ്. 5. നോക്കൂ, അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നത് രണ്ട് പോസിറ്റീവ് ചാർജ് എടുക്കാണ്. പ്ലസ് ക്യൂ ഈക്വൽ ചാർജസ് പ്ലസ് ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി സെന്ററില് ഉണ്ടായിരിക്കേണ്ട ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണല്ലേ. ആദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ ക്യൂ പോസിറ്റീവ് ആയിരിക്കണോ നെഗറ്റീവ് ആയിരിക്കണോ? എല്ലാ ചാർജും ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ഈ സെന്ററിലുള്ള ചാർജ് പോസിറ്റീവ് ആയിരിക്കണോ നെഗറ്റീവ് ആയിരിക്കണോ? നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ആണ്, എന്താ സംഭവിക്കുന്നത്? ഈ ചാർജ് ഇക്വിലിബ്രിയത്തിലാവോ? നോക്കുക, ഈ പ്ലസ് ക്യൂ ചാർജിന് മുകളിൽ ഫോഴ്സ് എന്തൊക്കെയുണ്ട്? മിഡിലുള്ള ചാർജ് കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണ്, കാരണം പോസിറ്റീവ് റിപ്പൾഷൻ ആണ് നടക്കുന്നത് അല്ലേ. ഇനി ഈ ലെഫ്റ്റിലുള്ള ചാർജോ, ഈ ചാർജ് കാരണം ഇതിന്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങോട്ട് ഉണ്ടാവുക? അതും ഇങ്ങോട്ട് തന്നെ ഉണ്ടാവുക അല്ലേ. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഈ രണ്ട് ഫോഴ്സ് കൂടെ ആഡ് ചെയ്ത് മുന്നോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലാണോ? അല്ല. അപ്പൊ ഈ പ്ലസ് ക്യൂ ചാർജ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ? ഇല്ല, നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ എപ്പോഴും എന്തായിരിക്കണം? ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം, മൈനസ് ക്യൂ ആയിരിക്കണം. റെഡിയാണോ? ഓക്കെ. അപ്പോ ഈ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും? ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മള് വശങ്ങളിൽ എടുക്കുന്ന ചാർജിന്റെ 1/4 ആയിരിക്കണം. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -q/4 ആയിരിക്കും. എല്ലാ ചാർജും എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓൾ ചാർജസ് ആർ ഇൻ ഇക്വിലിബ്രിയം. ആണ് ഓൾ ചാർജസ് ആർ ഇൻ ഇക്വിലിബ്രിയം ഈ കേസിൽ. ഇനി ഒരൊറ്റ കേസ് കൂടെ ഉണ്ട്. എന്താണ്? ഇവിടെ നോക്കാം. അടുത്ത എന്താണ്? രണ്ട് നെഗറ്റീവ് ചാർജ് എടുക്കുന്നു. നെഗറ്റീവ് വശങ്ങളിൽ -q. അങ്ങനെയെങ്കിൽ മിഡിൽ എന്തായിരിക്കണം? ഇവിടെ മൈനസ് ചാർജ് വെക്കാൻ പറ്റൂ? ഇല്ല. പ്ലസ് ക്യൂ വെച്ചാലേ ഉള്ളൂ വശങ്ങളിലുള്ള ചാർജും ഇക്വിലിബ്രിയത്തിലാകത്തുള്ളൂ. സോ നമ്മൾ എന്തെടുക്കണം? പ്ലസ് ക്യൂ ആണ് വരിക. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? q/4 ആയിരിക്കും. +q/4 ആയിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കേസ്. അപ്പൊ നമ്മൾ 6 കേസുകൾ കണ്ടു. ആദ്യം ഈ കേസ്. അഞ്ചാമത്തെ കേസ് എന്താണ്? പ്ലസ് ക്യൂ അതിനിടയിൽ എന്തായിരിക്കണം? -q/4 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എല്ലാ ചാർജസും ഇക്വിലിബ്രിയത്തിൽ വരുള്ളൂ. ഇനി രണ്ട് -q ചാർജ് ആണെങ്കിലോ സെൻട്രലിലുള്ള ചാർജിന്റെ വാല്യൂ എത്രയായിരിക്കണം? +q/4 ആയിരിക്കണം. സോ ഇവിടെ എന്താണ്? ഓൾ ചാർജസ് ആർ ഇൻ ഇക്വിലിബ്രിയം.
ഇനി ഇക്വിലിബ്രിയത്തിൽ ഏത് ഇക്വിലിബ്രിയം ആണ്? സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ അത് നമുക്ക് നോക്കാം. ഈ പ്ലസ് q/4 ഒന്ന് മൂവ് ചെയ്യാനായിരിക്കാം. ഞാൻ റൈറ്റിലോട്ട് മൂവ് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ചാർജ് എന്താ അട്രാക്ട് ആണ് ചെയ്യുന്നത് അല്ലേ? അട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും? ഇല്ല. കാരണം ഇത് റിപ്പൾഷൻ ആണ് കൊടുക്കുന്നത്, അട്രാക്ഷൻ. അപ്പൊ അത് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക ചെയ്യും. അപ്പൊ എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ഈ ചാർജ് നോക്കാം. ഈ പ്ലസ് q ചാർജിനെ ഞാൻ മുന്നോട്ട് നീക്കുന്നു. മുന്നോട്ട് നീക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് നീക്കി കഴിഞ്ഞായിരിക്കാം. അപ്പൊ എന്താ സംഭവിക്കാം? ഇത് അട്രാക്ഷൻ ആണ് വരുന്നത് അല്ലെ? ഇതുകൊണ്ട് അട്രാക്ഷൻ ആണ്. ഇത് ഒരുപാട് ദൂരത്താണ്. അപ്പൊ എല്ലാ ചാർജസും എന്തിലായിരിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ആവില്ല. സോ ഇവിടെ കേസിൽ എല്ലാം എന്താണ്? ഏത് ഇക്വിലിബ്രിയം ആണ്? അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇതും എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ചോദ്യം നോക്കൂ. A charge q is placed at the center of the line joining two equal charges q. The system of the three charges will be in equilibrium if q is equal to. രണ്ട് ഈക്വൽ ചാർജസ് q. രണ്ട് ഈക്വൽ ചാർജസ് ഇങ്ങനെ എടുത്തിരിക്കുന്നു. അതിന്റെ മിഡിൽ സെന്റർ, ഈ ലൈൻ ജോയിനിങ്ങിന്റെ സെന്ററിൽ ആരെ വെച്ചിരിക്കുന്നു? q എന്ന് പറഞ്ഞ ചാർജ് വെച്ചിരിക്കുന്നു. The system of the three charges will be in equilibrium if q is placed. അപ്പൊ സിസ്റ്റം ആണ്. സിസ്റ്റം എന്ന് വെച്ചാൽ മൂന്ന് ചാർജിന് മുകളിലുള്ള ഫോഴ്സ് 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ മൂന്ന് ചാർജും ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കണം? നമ്മൾ നേരത്തെ കണ്ടു. രണ്ടും q ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കണം? ക്യൂയുടെ വാല്യൂ q is equal to -q/4 എന്നായിരിക്കണം. ഓപ്ഷൻ എ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്. രണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജിന് ഇടയിൽ എന്ത് വെക്കണം? -q/4 വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ ചാർജസും ഇക്വിലിബ്രിയത്തിൽ വരുള്ളൂ. സോ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചോദ്യം നോക്കൂ. point charges +4q, -q and +4q are kept on the x-axis at point x is equal to 0, x equal to a and x equal to 2a respectively. Then only -q is in stable equilibrium, none of the charges in equilibrium, all the charges in unstable equilibrium, all the charges in stable equilibrium. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റം ഒന്ന് വരയ്ക്കാം. എങ്ങനെയാണ്? മൂന്ന് ചാർജസ് ആണുള്ളത്. അപ്പൊ എക്സ് ആക്സിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ഇതാണ് എക്സ് ആക്സിസ് ആയിരിക്കാം. ഇത് ഒറിജിൻ, ഇവിടെ ഒറിജിൻ ആണ്. സോ x is equal to 0 ഇതാണ്. അടുത്ത പോയിന്റ് ഇത് x is equal to a ആണ്. ഇതോ x is equal to 2a. ശരി. ഇനി ഓരോ പോയിന്റിലും ചാർജ് വെച്ചിട്ടുണ്ട്. x is equal to 0 എന്താണ്? +4q ചാർജ് ആണ്. ഇവിടെ +4q. രണ്ടാമത് വെച്ചിരിക്കുന്നത് -q ആണ്. അതായത് x equal to a വെച്ചിരിക്കുന്ന -q ആൻഡ് +4q അറ്റ് h is equal to 2a. ഇവിടെ എന്താണ്? ഇവിടെയും +4q ചാർജ് ആണ് എടുത്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നോക്കാം, ഇത് ഏതാണ് കണ്ടീഷൻ? എല്ലാ ചാർജസും ഇക്വിലിബ്രിയത്തിലാണ്. കാരണം ഇതിന്റെ രണ്ട് വശങ്ങളിലുള്ള ചാർജിന്റെ 4/1 സെൻട്രൽ വരിക അല്ലെ? എല്ലാ ചാർജസ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത്, അതായത് ഇവിടെ q, ഇത് q ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -q/4 ആണ്. ശരിയല്ലേ? അതായത് 4ന്റെ 4/1 അല്ലേ q എന്ന് പറയുന്നത്? അതായത് 4qയുടെ 4/1 q, 4q/4 എന്ന് പറഞ്ഞാൽ -q. അപ്പൊ ഇതെന്താണ്? എല്ലാ ചാർജസും ഇക്വിലിബ്രിയത്തിലാണ്. ഇനി അടുത്തെന്താണ്? സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? ഏതാണ്? എല്ലാ ചാർജസും അൺസ്റ്റേബിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ ഓൾ ചാർജസ് ഇൻ ഇക്വിലിബ്രിയം, ഇതാണ് ആ കേസ് എന്ന് പറയുന്നത് അല്ലേ? ഓൾ ചാർജസ് ഇൻ ഇക്വിലിബ്രിയം ഏത് ഇക്വിലിബ്രിയത്തിലാണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. സോ ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓൾ ചാർജസ് ആർ ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് കിടക്കാം. അടുത്ത കേസിൽ വരുന്നത് തേർഡ് ചാർജ് പ്ലേസ്ഡ് ഓൺ ദ ലൈൻ ജോയിനിങ് ടു അൺഈക്വൽ ചാർജസ്. നമ്മൾ നേരത്തെ കണ്ടത് രണ്ട് ഈക്വൽ ചാർജിന്റെ മിഡ് പോയിന്റിൽ തേർഡ് ചാർജ് വെക്കുന്നു. അപ്പൊ തേർഡ് ചാർജ് ഇക്വിലിബ്രിയം ആവുന്ന കണ്ടീഷൻ നോക്കി. പിന്നെയോ
മൂന്ന് ചാർജസും ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ നോക്കി. ഇവിടെ നമ്മൾ നോക്കുന്നത് രണ്ട് ചാർജസ് ആണ്, പക്ഷെ അൺഈക്വൽ ആണ്. ഞാൻ ആദ്യം ഇതിൽ തന്നെ വീണ്ടും രണ്ട് കേസുകൾ വരും. ആദ്യം ഞാൻ എടുക്കുന്നത് രണ്ട് ചാർജ് അൺഈക്വൽ ആണ്, അപ്പം Q1 Q2 എന്നെടുത്തു. രണ്ട് അൺഈക്വൽ ചാർജസ് ആണ്. ഇപ്പൊ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് L ആണെന്ന് എടുത്തു. L അകലത്തിലിരിക്കുന്നു. ഓക്കെ, സപ്പോസ് ഇത് രണ്ടും പോസിറ്റീവ് ആണെന്നിരിക്കും, പോസിറ്റീവ് ചാർജസ് ആയിരിക്കും, സെയിം സൈൻ. അപ്പൊ ഞാനൊരു തേർഡ് ചാർജ് ഇവിടെ കൊണ്ടുവരികയാണ്, തേർഡ് ചാർജ് പ്ലേസ് ചെയ്യാണ്. അപ്പൊ എവിടെ പ്ലേസ് ചെയ്താലാണ് ആ ചാർജ് ഇക്വിലിബ്രിയത്തിൽ വരിക? എവിടെയായിരിക്കണം? രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ എന്താവുള്ളൂ, ഇക്വിലിബ്രിയത്തിൽ വരുള്ളൂ. പക്ഷെ മിഡ് പോയിന്റിലായിരിക്കില്ല. മിഡ് പോയിന്റിലാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? രണ്ടും ഈക്വൽ ചാർജസ് ആയിരിക്കണം. ഇവിടെ ഈക്വൽ ആണോ ചാർജ്? അല്ല. സോ എവിടെയെങ്കിലും ഒരു പോയിന്റിലായിരിക്കും, ഇതിനിടയിലായിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റിലായിട്ടായിരിക്കും ആരുണ്ടാവുക? ഈ തേർഡ് ചാർജ് ഉണ്ടാവുക. സോ തേർഡ് ചാർജ് ഞാൻ Q എന്ന് വിളിച്ചു. ഇപ്പോ ചോദ്യം ചോദിക്കുക എങ്ങനെയാണ്, ഈ തേർഡ് ചാർജ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം, ഇതിന്റെ പൊസിഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഞാൻ ഈ Q1 എന്ന് പറയുന്ന ചാർജിന്റെ അടുത്തുനിന്ന് ഒരു X അകലത്തിലാണ് തേർഡ് ചാർജ് ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു X അകലത്തിലാണ് ഈ തേർഡ് ചാർജ് ഇരിക്കുന്നത്. അപ്പൊ ഈ X അകലം എത്രയാണെന്നാണ് ചോദ്യം ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഈ കേസ് എന്താണ്? ഈ രണ്ട് അൺഈക്വൽ ചാർജസ് രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടും സെയിം ആണ്. ഇതിന് മൈനസും മൈനസും ആവാം. സെയിം സൈൻ ആവുന്ന സമയത്താണ് ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഞാൻ എഴുതുന്നു Q1 and Q2 are of same sign. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ എക്സ് എങ്ങനെ കണ്ടെത്താം, ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം? ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to root Q1 by root Q1 plus root Q2 into L. ഇതായിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, Q1 എന്ന് പറയുന്നത് സ്മോൾ ചാർജ് ആയിരിക്കും Q1 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എടുക്കണം. സ്മോൾ ചാർജ് എന്നുള്ള ദൂരമാണ് നമ്മൾ പറയാം. അപ്പോ ഈ Q എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുന്നത്? ഞാൻ ഇവിടെ എഴുതുന്നു തേർഡ് ചാർജ് ഇൻ ഇക്വിലിബ്രിയം, തേർഡ് ചാർജ് ഇൻ ഇക്വിലിബ്രിയം in between Q1 and Q2, x distance from the small charge, x distance from the small charge. ഇവിടെ സ്മോൾ ചാർജ് എന്ന് പറയുന്നത് Q1 ആണ് നമ്മൾ എടുക്കുന്നത്, Q1. ഇതായിരിക്കും ഇക്വേഷൻ. പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ L എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്, Q1ന്റെയും Q2ന്റെ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഒരു കേസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞെങ്കിൽ Q1ഉം Q2ഉം ഓപ്പോസിറ്റ് സൈൻ ആവുന്ന സമയത്ത്, ഇത് സെയിം സൈൻ ആണ് നമ്മളിവിടെ പറഞ്ഞത്, സെയിം സൈൻ എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് 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 അല്ലെങ്കിൽ മൈനസ് മൈനസ്, ആ കണ്ടീഷനാണ് ഇത്. ഇനി ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കാം. സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ് ഇവിടെ നോക്കൂ. രണ്ടാമത്തെ കേസ് Q1 ആൻഡ് Q2, ഒന്ന് പോസിറ്റീവ് ആയിരിക്കാം, ഒന്ന് നെഗറ്റീവ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ തേർഡ് ചാർജ് പ്ലേസ് ചെയ്യുന്നത് ഏത് പൊസിഷനിലായിരിക്കും? അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. x is equal to root Q1 divided by root Q2 minus root Q1 into L. L എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജിന്റെ ഡിസ്റ്റൻസ്, ഈ രണ്ട് ചാർജ് തമ്മിലുള്ള അകലാണ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ചാർജ് ഇക്വിലിബ്രിയത്തിലാവുന്ന പൊസിഷൻ. ഓക്കെ, ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം തേർഡ് ചാർജ് ഇൻ ഇക്വിലിബ്രിയം
തേർഡ് ചാർജ് ഇക്വിലിബ്രിയം എപ്പോഴാണ് ഇക്വിലിബ്രിയം ആവുന്നത്? മിഡിൽ വെക്കുന്ന നേരത്താണോ ഔട്ട്സൈഡ് ആയിട്ട് വെക്കുന്ന സമയത്താണോ? മിഡിൽ വെച്ച് എന്താ സംഭവിക്കാം? തേർഡ് ചാർജ് ഒരു ക്യൂ, ഏത് ചാർജ് ആയിക്കോട്ടെ, പ്ലസോ മൈനസോ ആയിക്കോട്ടെ, സപ്പോസ് ഇത് പ്ലസ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ മൈനസ് ക്യൂ ചാർജ് കാരണം അട്രാക്ഷൻ ഇങ്ങോട്ട് വരും, ഈ പ്ലസ് ക്യൂ കാരണം ഇങ്ങോട്ടാണ് പോവുക അല്ലെ. അപ്പോ നെറ്റ് ഫോഴ്സ് അങ്ങോട്ടാണ് ഉണ്ടാവുക, ക്യാൻസൽ ആയി പോകുന്നില്ല, അപ്പൊ ഇക്വിലിബ്രിയം കിട്ടില്ല. അപ്പൊ ഒരിക്കലും നമ്മൾ ഔട്ട്സൈഡ് ഇൻസൈഡ് ആയിട്ട് വെക്കരുത്. അതായത് രണ്ട് ചാർജിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടല്ല തേർഡ് ചാർജ് ഉണ്ടാവുക, ഔട്ട്സൈഡ് ആയിരിക്കും. ഈ രണ്ട് ചാർജിന്റെ ഔട്ട്സൈഡ് ആയിട്ടേ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ തേർഡ് ചാർജിനെ, എന്നാൽ മാത്രമേ ഉള്ളൂ ഇക്വിലിബ്രിയം കിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നു, ദ തേർഡ് ചാർജ് ഇക്വിലിബ്രിയം outside the line joining of Q1 and Q2 ഔട്ട്സൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യാം. രണ്ട് ടൈപ്പാണ് നമ്മൾ എടുത്തത്. ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലം നോക്കാം. ആദ്യത്തെ, ടു ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് 4q ആർ പ്ലേസ്ഡ് L distance apart. Where should we keep a third charge on the line joining plus q and plus 4q so that the third charge is in equilibrium? അതായത് രണ്ട് ചാർജിന്റെ അൺഈക്വൽ ചാർജസ് ആണ്. എന്താണ്? ഒന്ന് പ്ലസ് ക്യൂ ചാർജും രണ്ടാമത്തേത് പ്ലസ് 4q ചാർജും. അങ്ങനെയെങ്കിൽ തേർഡ് ചാർജ് എവിടെ വെച്ചാൽ ഇക്വിലിബ്രിയത്തിൽ കിട്ടും? ഇപ്പൊ മിഡിലാണ് വെക്കേണ്ടത് നമുക്കറിയാം, സെയിം ചാർജസ് ആണ് മിഡിലാണ് വെക്കേണ്ടത്. ഇവിടെ രണ്ടും സെയിം സൈൻ ആണല്ലോ അല്ലെ, സെയിം സൈൻ പ്ലസ് ആണല്ലോ. അപ്പൊ ഏതാ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ഇതിന്റെ ഡിസ്റ്റൻസ് L എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? x is equal to root q1 divided by root q1 plus root q2 into L. ഇതല്ല ഇക്വേഷൻ. ഇതിനകത്ത് Q1 എന്തായിരിക്കണം? ഞാൻ പറഞ്ഞിട്ടുണ്ട് Q1 സ്മോൾ ചാർജ് ആയിരിക്കണം. Q1 എന്ന് പറഞ്ഞാൽ സ്മോൾ ചാർജ്. അപ്പോൾ ഇവിടെ ആരാ Q1 എന്ന് പറഞ്ഞാൽ Q1ന്റെ വാല്യൂ Q ആണ്. Q2 എത്രയാണ്? Q2 എന്ന് പറയുന്നത് 4q ആണ്. ഇത് ഇക്വേഷനിൽ കൊടുക്കുന്നു. ഇക്വേഷൻ കൊടുത്ത് എന്താ കിട്ടുക? റൂട്ട് q ഡിവൈഡഡ് ബൈ റൂട്ട് q പ്ലസ് റൂട്ട് ഓഫ് Q2 എന്ന് പറയുന്നത് 4q ഇൻറ്റു L. എത്ര കിട്ടും? ഇവിടെ റൂട്ട് 4q എന്ന് പറഞ്ഞത് 2 ഇൻറ്റു റൂട്ട് q ആവും. q ഡിവൈഡഡ് ബൈ പ്ലസ് 2 root q into L is equal to root q divided by root q plus 2 root q. എത്ര വരും? 3 root q. So root q cancel. എന്ത് വരും? 1/3 ആണ്. into L ഉണ്ട്. L ആണ്. So 1/3 L or L/3 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ചെറിയ ചാർജിൽ നിന്ന് Q1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയ ചാർജ് ആയിരിക്കണം. പ്ലസ് ക്യൂവിൽ നിന്ന് എത്ര അകലത്തിലാണ്? L/3 അകലത്തിലാണ് ചാർജ് ഉള്ളത്. അതായത് L/3 എന്ന് പറയുന്ന നേരത്ത് ഇവിടെ ഏകദേശം വരും L/3 ഡിസ്റ്റൻസ്. ഇതിന്റെ 1/3 ഏകദേശം എത്രയായിരിക്കും? L/3 എന്ന് പറയുന്നത് L/3 ഈ ഒരു അകലത്തിലായിരിക്കും തേർഡ് ചാർജ് ഉണ്ടാവുക. പ്ലസ് ക്യൂ ചാർജ് ചെറിയ ചാർജ് നിന്ന് L/3. അപ്പൊ ഏത് ഓപ്ഷനാ കറക്റ്റ്? L/3 ഫ്രം Q. തേർഡ് ഓപ്ഷൻ L/3 ഫ്രം Q ആണ്, 4q അല്ല, ഫ്രം Q സ്മോൾ ചാർജ്. C ആണ് കറക്റ്റ്. അടുത്ത നോക്കാം, അടുത്ത ചോദ്യം. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ തേർഡ് ചാർജിന്റെ ലൊക്കേഷൻ ഓൺ ദ ലൈൻ ജോയിനിങ് പ്ലസ് Q ആൻഡ് മൈനസ് 9q where it will remain in equilibrium. രണ്ട് ചാർജ് ഇവിടെ അൺഈക്വൽ സൈൻ ആണ്. ഒന്ന് ഏതാണ് ചാർജ്? ഒന്ന് പ്ലസ് ക്യൂ ചാർജ് ആണ്. രണ്ടാമത്തത് മൈനസ് 9q ആണ്. അൺഈക്വൽ ചാർജ് ആവുന്ന സമയത്ത് ഏതാണ് ഇക്വേഷൻ? ലൊക്കേഷൻ കാണാൻ അല്ലെങ്കിൽ പൊസിഷൻ കാണാൻ ഇക്വേഷൻ x is equal to root q1 divided by root q2 minus root q1 into എന്തെന്ന് വരും? L എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള അകലം.
ഇത് ക്വസ്റ്റിനകത്ത് ശരിക്കും ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചിത്രം തന്നിട്ടായിരുന്നു. L ആണ് അകലം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? ഇവിടെ നോക്കൂ, Q1 എത്രയാണ്? Q1 ചെറിയ ചാർജ് ആയിരിക്കണം, ചെറിയ ചാർജ് Q ആണ്. Q2 എന്ന് പറയുന്നത് എത്രയാണ്? 9Q. എന്നുവെച്ചാൽ 9Q മാത്രം എടുക്കേണ്ടത്. Q2 എന്ന് പറയുന്നത് 9Q. ഇക്വേഷനിൽ കൊടുക്കുക. എത്ര വരും? √Q എന്ന് പറഞ്ഞാൽ √Q ഡിവൈഡഡ് ബൈ √Q2. Q2 എത്രയാണ്? 9Q മൈനസ് √Q1 Q ആണ് ഇൻറ്റു L. എത്ര വരും? √Q റൂട്ട് ഓഫ് 9Q എന്താണ്? 3 √Q മൈനസ് √Q. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു L, മറക്കരുത്, ഇൻറ്റു L is equal to √Q divided by 3 √Q minus √Q, 2 √Q into L. √Q cancel, എന്ത് കിട്ടും? L/2 എന്ന് കിട്ടും. അപ്പൊ എവിടുന്നാണ് L/2? രണ്ട് ഓപ്ഷൻ ഉണ്ട്. L/2 ഫ്രം -9Q ഉണ്ട്, L/2 ഫ്രം Q. ഏതാണ് കറക്റ്റ്? A ആണ്. കാരണം ചെറിയ ചാർജുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. Q1 എന്ന് പറയുന്നത് ചെറിയ ചാർജ് ആണ്, സ്മോൾ ചാർജ് ആണ്. The third charge in equilibrium outside the line joining of Q1 and Q2 at a distance ഈ സെന്റൻസ് എഴുതാൻ വിട്ടുപോയി. at a distance x from the small charge Q1, x from the small charge Q1. Q1 എപ്പോഴും എന്തായിരിക്കണം? ചെറിയ ചാർജ് ആയിരിക്കണം. ഇതാണ് ഈ ഒരു 3 ചാർജ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ ചെയ്തു.